എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. നമുക്കിന്ന് താത്കാലിക ഭൂതകാലം എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഞാനിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം എന്താ ഈ അപൂർണ ഭൂതകാലം എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താ അത് അപൂർണ ഭൂതകാലം അല്ല താത്കാലിക ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലേ. താൽക്കാലിക ഭൂതകാലം എന്താ അത്? പ്രവൃത്തി ഭൂതകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ അത് അവസാനിച്ചോ എന്ന് വ്യക്തമല്ല. ഇങ്ങനെയുള്ള ക്രിയയാണ് എന്ത് താത്കാലിക ഭൂതകാലം എന്ന് പറയുന്നത്. അതായത് ഭൂതകാലത്തിലാണ് പ്രവൃത്തി നടക്കുന്നതെങ്കിലും അത് അവസാനിച്ചോ എന്ന് സ്പഷ്ടമല്ല. ഇങ്ങനെയുള്ള ക്രിയാരൂപത്തെ നമുക്ക് താത്കാലിക ഭൂതകാലമെന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? എങ്ങനെ മനസ്സിലാവുക കുട്ടികളെ? അപൂർണ ഭൂതകാലത്തിലെ താത്തേത്തിക്ക് പകരം എന്താ ചേർക്കേണ്ടത്? മുൻപിലത്തെ ക്ലാസ്സിൽ അപൂർണ ഭൂതകാലം പഠിച്ചിട്ടില്ലേ? അതെന്താണെന്ന് മനസ്സിലാവണ്ടായി പോവാ? ഇല്ല. എന്താ എങ്ങനെ അപൂർണ ഭൂതകാലം എങ്ങനെ വരും കുട്ടികളെ? ഒരു വാക്യം ഓർമ്മിക്ക്. ലഡ്കാ ഹിന്ദി ലിഖ്താ താ അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ട്, ഇവിടെ ലഡ്കാ പൈദൽ ചൽ രഹാ താ. അപ്പോൾ ഇവിടെ ഇത് പൂർണ്ണ ഭൂതകാല ക്രിയയാക്കി മാറ്റുമ്പോഴത്തേരും ലഡ്കാ പൈദൽ ചൽത്താ ഥാ അല്ലേ? ചൽത്താ ഥാ. അപ്പം താത്കാലിക ഭൂതകാലത്തിലേക്ക് വരുമ്പോൾ എന്തായി മാറുന്നു? ലഡ്കാ പൈദൽ ചൽ രഹാ താ. ഇപ്പം മനസ്സിലായ? അപൂർണ ഭൂതകാല ക്രിയയിൽ അല്ലെ അപൂർണ ഭൂതകാല ക്രിയയിൽ നിന്ന് താ തേ തീക്ക് പകരം രഹാ രഹേ രഹി എന്ന് ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു കുട്ടികളെ? താത്കാലിക ഭൂതകാലം ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ലഡ്കാ പൈദൽ ചൽത്താ ഥാ എന്നാണെങ്കിൽ ആ ക്രിയ എന്താണ്? പൂർണ്ണ ഭൂതകാലമാണ്. അപ്പോൾ ഇവിടെയും നേക്ക പ്രയോഗമൊന്നുമില്ല കേട്ടോ കുട്ടികളെ. അപ്പം ലഡ്കാ പൈദൽ ചൽ രഹാ താ അങ്ങനെ പറഞ്ഞാൽ എന്താ കുട്ടികളെ? ആൺകുട്ടി പൈദൽ ചെല്ലാന്നെല്ലാം പറഞ്ഞാൽ എന്താണ്? പൈദൽ എന്ന് പറഞ്ഞാൽ കാല് അല്ലേ? രഹാത്ത എന്ന് പറഞ്ഞാൽ എന്നാ? കാലുകൊണ്ടെന്നാ ചെയ്യുക? ആൺകുട്ടി നടക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെയോ ലഡ്കെ പൈദൽ ചൽ രഹേ തേ, ആൺകുട്ടികൾ നടക്കുകയായിരുന്നു. ലഡ്കി പൈദൽ ചൽ രഹി ഥീ. അപ്പോൾ എന്താ? പെൺകുട്ടി നടക്കുകയായിരുന്നു. ലഡ്ക്യാം പൈദൽ ചൽ രഹി ഥീം, പെൺകുട്ടികൾ നടക്കുകയായിരുന്നു. മേ പൈദൽ ചൽ രഹാ താ, ഞാൻ നടക്കുകയായിരുന്നു. തും പൈദൽ ചൽ രഹേ തേ, നിങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോൾ ഈ കഥ പറയുന്നത് ഭൂതകാല ക്രിയയാണ് അല്ലേ? അപ്പം എന്താ? ഒന്നുകൂടി പറയാം. എന്താണ് താത്കാലിക ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി ഭൂതകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും എന്നാൽ അത് അവസാനിച്ചോ എന്ന് വ്യക്തമല്ല എന്ന് സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപത്തെ താത്കാലിക ഭൂതകാലം എന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് ലഭിക്കുക? അപൂർണ ഭൂതകാല ക്രിയ അല്ലേ? അതിൽ നിന്ന് എന്തെടുക്കുന്നു? താത്തേത്തി. ഏതാ താത്തേത്തി? ഈ താത്തേത്തി അല്ലേ? ഈ ചൽത്താന്നുള്ള താ തേ ഥി എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനോട് എന്ത് ചേർക്കുകയും കൂടി ചെയ്യണം? രഹാ ഥ അല്ല, രഹാ രഹേ രഹി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു കുട്ടികളെ? താത്കാലിക ഭൂതകാലം ലഭിക്കുന്നു. ഇത് സിമ്പിളാണ്. ഇതുപോലെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി പഠിക്കണം. അപ്പം നമുക്ക് ഇത് ചെറിയൊരു വീഡിയോ ആണ്. കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുക, നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് കാര്യം പിടികിട്ടും. ഇതെല്ലാം ഭൂതകാല ക്രിയയാണ്. ഇതിൽ എന്തില്ല? സകർമ്മക്രിയ അകർമ്മക്രിയയോ ഇല്ല. ഇതെങ്ങനെയാണ് ക്രിയ മാറുന്നത് കുട്ടികളെ? കർത്താവിൻ്റെ ലിംഗ വചനഭേദം അനുസരിച്ച് ക്രിയയിൽ മാറ്റം വരുന്നു. കർത്താവിനനുസരിച്ചിട്ടാണ് ഇവിടെ ക്രിയയിൽ മാറ്റം സംഭവിക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇത് നിങ്ങൾ ഭംഗിയായി പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിലേക്ക്
ഇനി ഒരു കാലം കൂടിയേ പഠിക്കാനുള്ളൂ അല്ലേ ഭൂതകാലത്തിൽ. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ചെറിയ വീഡിയോ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.